ഹലോ ഗൈസ്, ഇന്ന് വാഴ മൂവി കാണാനാണ് പോകുന്നത്. അതിനാണ് ഈ കിടന്നിങ്ങനെ ഒരുങ്ങുന്നത്. ആദ്യം തന്നെ ഒരു സൺക്രീമാണ് യൂസ് ചെയ്യുന്നത്. ഡോട്ട് ആൻഡ് ഗീയുടെ ഇല്ലൂമിനാറ്റി സൺക്രീമാണ് ഇത്. അതിനുശേഷം വിഷ് കെയറിൻ്റെ ഒരു ലിപ് ബാമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ലിപ് ബാം ഇട്ടതിന് ശേഷം അത് തുടച്ച് കളഞ്ഞിട്ടാണ് ഞാൻ ലിപ്സ്റ്റിക് ഇടുന്നത്, അല്ലെങ്കിൽ ലിപ്സ്റ്റിക് പെട്ടെന്ന് പോകും, അതുകൊണ്ടാണ്. അതിനുശേഷം ഒരു പൊട്ടും കൂടെ വെച്ചതിന് ശേഷം എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ ഇവിടെ കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. അതിനുശേഷം ഞാൻ റെഡിയായി. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. അനിയത്തിയും അച്ഛനും വൈകുന്നേരം ആയപ്പോഴത്തേക്കും വീട്ടിലെത്തിയായിരുന്നു. ഇവിടുന്ന് നമ്മൾ ഒത്താണ് കേട്ടോ സിനിമ തിയേറ്ററിലേക്ക് പോകുന്നത്. അങ്ങനെ നമ്മൾ തിയേറ്ററിലെത്തി. അവിടെ നല്ല ആളായിരുന്നു, നല്ല തിരക്കായിരുന്നു. നമുക്ക് സെക്കൻഡ് ഷോയ്ക്കുള്ള ടിക്കറ്റാണ് നമുക്ക് കിട്ടിയത്. സെക്കൻഡ് ഷോ കാണാനുള്ള ആൾക്കാരാണ് ഇവിടെ നിൽക്കുന്നത്. ഇനിയും നല്ല ആൾക്കാരുണ്ടായിരുന്നേ. നമുക്ക് ടിക്കറ്റ് കിട്ടാൻ നല്ല പാടായിരുന്നു. എല്ലാം ബുക്കിംഗ് ആയിരുന്നു, ടിക്കറ്റ് എല്ലാം ബുക്കിംഗ് ആയിരുന്നു. ലാസ്റ്റ് ഏറ്റവും ഫ്രണ്ടിലത്തെ സീറ്റായിരുന്നു കേട്ടോ, 5 സീറ്റായിരുന്നു നമുക്ക് കിട്ടിയത്. ബാക്കി എല്ലാ സീറ്റും ഓൾമോസ്റ്റ് ബുക്കിംഗ് ആയിരിക്കുമായിരുന്നു. എല്ലാ ഷോയും ബുക്കിംഗ് ആയിരിക്കുമായിരുന്നേ. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് നമ്മൾ സിനിമ തിയേറ്ററിനകത്തോട്ട് കയറിയേ. സിനിമ കാണാൻ പോകുമ്പോൾ പോപ്കോൺ ഇല്ലാതെ എന്ത് സിനിമയല്ലേ. അങ്ങനെ ഒരു മിനറൽ വാട്ടറും ഗുവയുടെ ഫ്രഷ് ജ്യൂസും പിന്നെ ഒരു പോപ്കോണും മേടിച്ച് നമ്മൾ നേരെ സിനിമ തിയേറ്ററിനകത്തോട്ട് കയറിയേ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മൂവി തുടങ്ങിയായിരുന്നു. അടിപൊളി മൂവിയായിരുന്നു. നല്ലവണ്ണം ചിരിക്കാനും കോമഡിയും ഇമോഷണലും എല്ലാം കൂടി കലർന്നൊരു മൂവിയാണ്. ആദ്യം കുറേ ചിരിപ്പിച്ചെങ്കിലും പിന്നെ നമ്മളെ കുറേ കരയിപ്പിച്ചു. നല്ല മൂവിയായിരുന്നേ. അതിനുശേഷം നമ്മൾ നേരെ ഒരു ഹോട്ടലിലേക്കാണ് കയറിയത്. ഹോട്ടലിൽ കയറിയിട്ട് എന്നത്തെയും പോലെ തന്നെ പൊറോട്ടയും ചിക്കൻ ഫ്രൈ, അത് വിട്ടൊരു കളിയുമില്ല. അത് തന്നെയാണ് ഇത്തവണയും നമ്മൾ മേടിച്ചത്. എന്ത് പൊറോട്ട എല്ലാ മലയാളികൾക്കും ഒരു വികാരമാണല്ലേ. എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ സമയം 1:15. അച്ഛനെ അനിയത്തിനെ നേരെ എൻ്റെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ഞാൻ നേരെ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്കാണ് പോയത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗായ്സ്. ഓക്കെ, ബൈ.